ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പോക്കറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അതിനുവേണ്ടി 2 മീറ്റർ ഫേബ്രിക് ആണ്, കോട്ടൺ ഫേബ്രിക് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഫേബ്രിക് ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം ടോപ്പ് പാർട്ട് ചെയ്ത് ബെൽറ്റിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അതിനുശേഷം അതിന് താഴോട്ടായിട്ട് നമ്മുടെ ആവശ്യമായിട്ട് വരുന്ന ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ വരുന്നത് 36 ഇഞ്ചാണ്. മാർക്ക് ചെയ്ത ശേഷം അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ താഴോട്ടായിട്ട് ബോട്ടം പോർഷൻ്റെ ആ ഒരു ഭാഗം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത ശേഷം അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി ടോപ്പ് പാർട്ടിലായിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹിപ്പ് സൈസ് 41 ഇഞ്ചാണ്. അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 10.2 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിന് കൂടി ആഡ് ചെയ്തിട്ട് 12.2 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. അതിനുശേഷം അതിന് താഴോട്ടായിട്ട് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ സെയിം വേസ്റ്റ് ലെങ്ത് തന്നെയാണ് ക്രോച്ച് ലെങ്ത് വരുന്നത്. 12.2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ക്രോച്ച് ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവിടെ ഒരു കർവ് വരച്ചു കൊടുക്കണം. ഇനി അടുത്തത് സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യണം. അതിനു വേണ്ടി ടേപ്പ് ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വെച്ച് അത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെന്റർ പോയിന്റ് കിട്ടും. അപ്പോൾ ഇവിടെ സെന്ററിൽ നിന്നുള്ള ലെങ്ത് എന്ന് പറയുന്നത് 7.2 ഇഞ്ചാണ്. ആ സെയിം 7.2 ഇഞ്ച് തന്നെ ബോട്ടം പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ബോട്ടം മാർക്ക് ചെയ്യണം. ബോട്ടത്തിൻ്റെ ലെങ്ത് അപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഇഞ്ച് എടുക്കുമ്പോൾ 3.5 ഇഞ്ച് അതിൻ്റെ ആ സെൻറ്റർ പോയിൻറ്റിൻ്റെ നേരെ ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡബിൾ ബുറളിയിൽ ആ ഫോൾഡ് ചെയ്ത പാർട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത ശേഷം നമ്മൾ താഴെയുള്ള ബോട്ടം പോർഷൻ്റെ പോയിന്റിൽ ഇത് ഇപ്പുറത്തെ പോയിന്റിലോട്ട് ഒരു കർവായിട്ട് ജസ്റ്റ് വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ചെയ്തും ഈ ക്രോച്ച് ഏരിയയുടെ ആ കർവ് വരച്ചിരിക്കുന്ന ആ പോയിന്റിലേക്ക് ഒരു കർവായിട്ട് ജസ്റ്റ് വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ മുകളിലത്തെ ആ ഒരു ലൈൻ കൂടി നമ്മൾ വരച്ചു കൊടുക്കണം. വരച്ച ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. 2 പീസസ് ആണ് ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി അടുത്തത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഫേബ്രിക് ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പാർട്ട് അതിന് മേലെ വെച്ച് നമുക്ക് മെഷർമെന്റ്സ് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ മുകളിലായിട്ട് നമുക്ക് ടോപ്പ് പാർട്ടിലായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം ആ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം അതിൻ്റെ ആ ഒരു കർവിൻ്റെ അവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത ശേഷം അതൊരു കർവായിട്ട് വരച്ചെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ടായിട്ടും നമ്മൾ ബോട്ടം പോർഷൻ്റെ അവിടെ വരെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊരു കർവായിട്ട് ജസ്റ്റ് വരച്ചു കൊടുക്കുക. ജസ്റ്റ് സ്ലൈറ്റ് ആയിട്ടൊരു കർവ് മതി. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ സിയും അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താഴെയും സെയിം മെഷർമെന്റ്സ് തന്നെയാണ്, അവിടെയും വരച്ചു കൊടുക്കണം. ഇനി ടോപ്പ് പാർട്ടിലായിട്ട് ആ പോയിന്റിൽ നിന്ന് ആ 2 ഇഞ്ചിന്റെ ആ ഒരു പോർഷനിലോട്ട്, ആ പാർട്ടിലോട്ട് ഒരു സ്ലോപ്പ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ മെഷർമെന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തി ഇനി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ബാക്ക് പാർട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടിംഗ് പാർട്ട് കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് പാർട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഇവിടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും നല്ല വശം വെച്ച് ആ ഒരു ക്രോച്ച് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് യൂസ് ചെയ്യാത്തതുകൊണ്ട് വാറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കെടുത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ആദ്യം 4.5 ഇഞ്ച് അതിൻ്റെ ടോപ്പ് പാർട്ടിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്ത ശേഷം താഴെ നിന്ന് ആ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് ആണ് ചെയ്തേക്കുന്നത്. അതിനുശേഷം അവിടെ ഓപ്പൺ പാർട്ടായിട്ട് വരുന്ന ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് രണ്ട് വശവും നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രോച്ച് ഏരിയ രണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ക്രോച്ച് ഏരിയ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല വശമാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലായിട്ടാണ് പോക്കറ്റ് വരുന്നത്. അപ്പം അതിനു വേണ്ടി ആദ്യം ടോപ്പ് പാർട്ടിന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴോട്ടായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ടായിട്ട് പോക്കറ്റിൻ്റെ ലെങ്ത് ഇവിടെ 5.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യാം. ആ മാർക്ക് ചെയ്ത രണ്ട് പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തായിട്ട് മാർക്ക് ചെയ്യണം.
അതിനുശേഷം ആ 2 പോയിന്റും കൂടി ജോയിൻ ചെയ്ത് എടുക്കാം. അതിനുശേഷം അടുത്തതായിട്ട് പോക്കറ്റ് വെക്കാനുള്ള ഫാബ്രിക് എടുക്കണം. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 11 ഇഞ്ച് ആണ്. അതുപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ച് ആണ് വരുന്നത്. അതിനുശേഷം ഇത് ഡബിൾ ഫോൾഡ് ചെയ്യാം. ഡബിൾ ഫോൾഡ് ചെയ്ത ശേഷം ടോപ്പ് പാർട്ടിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതുപോലെ അതിൻ്റെ താഴോട്ടായിട്ട് പോക്കറ്റിൻ്റെ ലെങ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ 2 പോയിന്റിൽ നിന്ന് ഇപ്പുറത്തോട്ടായിട്ട് ഒരു 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ശേഷം ആ 2 പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കർവ് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്ത ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫാബ്രിക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു ലെങ്ത് അതിലോട്ട് സെയിം ഈ ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു 1/2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത ശേഷം അത് ഇപ്പുറത്തോട്ടായിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് അതിൻ്റെ താഴെ ബോട്ടത്തിലായിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒരു കർവ് പോലെ വരച്ച് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ടേൺ ഔട്ട് ചെയ്യണം. അപ്പോൾ ആ പോക്കറ്റ് ഉള്ളിൽ ഇത് ടേൺ ഔട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം അത് ഇപ്പുറത്തെ സൈഡിലോട്ടായിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടായിട്ട് നമ്മൾ അത് മറച്ചു വെക്കണം. അപ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിൽ മറച്ചു വെച്ച ശേഷം അതിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു ടോപ്പ് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടും അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടും ജസ്റ്റ് ഒരു ലൈൻ വരച്ച് ആ ഒരു പോർഷന് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോക്കറ്റിൻ്റെ ആ ടോപ്പിലുള്ള ഓപ്പൺ പാർട്ട് മുകളിലുള്ള ആ ഒരു പോർഷൻ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കവർ ചെയ്ത് പോവും. അപ്പോൾ ഇവിടെ പോക്കറ്റ് റെഡിയായി. ഇനി ബാക്കിയുള്ള പോർഷൻസ് ജോയിൻ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ബാക്ക് പാർട്ട് അതിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക. ഫ്രണ്ട് പാർട്ടായിട്ട് അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ കാണുന്ന ആ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആ സെൻറ്റർ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് താഴെ ബോട്ടം പാർട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് 2 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്തിരുന്നത്. ആ 2 ഇഞ്ച് വെച്ച് ജസ്റ്റ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ഭാഗം ഓപ്പൺ ആക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആ ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സൈഡ് ജോയിൻറ്റഡ് ആണ്. അപ്പോൾ സൈഡ് ജോയിൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ നല്ല വശം വെച്ച ശേഷം താഴെ നമുക്കൊരു ഓപ്പണിങ് കൊടുക്കണം, ചെറിയൊരു ഓപ്പണിങ് കൊടുക്കണം. അപ്പം അതിനു വേണ്ടി ഞാൻ താഴെ ബോട്ടം പാർട്ടിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത ശേഷം ആ പോയിന്റിന് മുകളിലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ പോക്കറ്റിന്റെ പോർഷൻ വരുമ്പോൾ ആ പോക്കറ്റുമേൽ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇതിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും പോക്കറ്റിന്റെ പോർഷൻ ഓപ്പൺ ആയിട്ടിരിക്കും. ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഇവിടെ ആ സൈഡ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് ഓപ്പൺ പാർട്ട് വരും. ഈ ഓപ്പൺ പാർട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനു വേണ്ടി ആ ഒരു ഭാഗം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെയുള്ള ആ ഒരു ബോട്ടം പാർട്ട് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു പോർഷൻ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ടേൺ ഔട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഉള്ളിൽ നിന്ന് അത് ടേൺ ഔട്ട് ചെയ്ത് വെച്ചു. ഇനി ടോപ്പ് പാർട്ട് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അത് ഇതുപോലെ തന്നെ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇലാസ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം റോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനിലോട്ട് കടത്തി നമ്മൾ പുറത്തേക്ക് എടുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോക്കറ്റ് പാൻറ് നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്.